ഈ വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം ഇൻഡസ്ട്രിയൽ വിസിറ്റിന് പോയ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കാം. ഞാൻ ഐക്കാർട്ടിൽ കൊടുക്കാം, അല്ലെങ്കിൽ എൻഡിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് കാണാം കേട്ടോ, കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ. ഓക്കെ, നമ്മൾ ബാംഗ്ലൂർക്കാണ് പോയത്. ഫസ്റ്റ് ഡേ നമ്മൾ പയ്യസാറോയിലും ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട്, അപ്പോൾ സെക്കൻഡ് ഡേ നമ്മൾ ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളപ്പോൾ ബാഗൊക്കെ ബസ്സിൽ കൊണ്ടുവയ്ക്കാൻ പോയതാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത്. കുറച്ച് പേർക്ക് വണ്ടർലയിൽ പോകണമെന്ന് പറഞ്ഞു, കുറച്ച് പേർക്ക് പോകണ്ടെന്ന് പറഞ്ഞു, കുറച്ച് പേർക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടർലയിൽ പോകണവർ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ളവർ എവിടേക്കാണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ പൊക്കളാൻ പറഞ്ഞു ഞങ്ങളുടെ മിസ് കേട്ടോ. അപ്പോൾ നമ്മൾ ലഗേജ് കൊണ്ടുവയ്ക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആണല്ലോ നടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ നമ്മൾ കൊണ്ടുവച്ചു കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തത് ചിക്പേട്ട് എന്നൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ വന്നിട്ട് നേരെ ലാൽബാഗിക്കാണ് കേട്ടോ പോയത്. അവിടെ വന്നിട്ട് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറിയില്ല, നമ്മൾ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ എന്തോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറില്ല. ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു അവിടെ. നമ്മളങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ, തിരിച്ച് മെട്രോ സ്റ്റേഷനിലേക്ക് പോന്നു. ഞങ്ങൾ എഗെയിൻ ലാൽബാഗ് മെട്രോ സ്റ്റേഷനിൽ വന്നിട്ട് വിധാൻ സൗദ എനിക്ക് അറിഞ്ഞുകൂടാട്ടെ കറക്റ്റ് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാമെന്ന്. ഓക്കെ, അവിടേക്ക് ഉള്ള ടിക്കറ്റ് എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പാലസിൻ്റെ അവിടെ വന്നു. കുറേ നേരം പാലസിൻ്റെ ഉള്ളിലൊന്നും കയറില്ല കേട്ടോ. ഉള്ളിൽ കയറണമെങ്കിൽ കയറാം, പക്ഷെ ഞങ്ങളുടെ ഒരു ഓട്ടോക്കാരൻ അവിടെയൊക്കെ കൊണ്ടുപോയി കാട്ടിത്തരാം. ഒരാൾക്ക് 300 രൂപയോ 2 ആൾക്ക് 300 രൂപയോ അങ്ങനെ എത്രയോ പറഞ്ഞു. അപ്പോൾ ഞങ്ങളപ്പോൾ അതൊന്നും വേണ്ട, ഞങ്ങളവിടെ പുറത്ത് നിന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറേ നേരം ഫോട്ടോ എടുത്ത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരാപ്പാരം നടന്നു കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്നൊരു പിടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേര് കൂടിയിട്ടാട്ടോ പോകുന്നത്. ആകെ കുറച്ച് പേരെ വണ്ടർലേ പോയിട്ടുള്ളൂ കേട്ടോ. കുറച്ച് പേരെന്ന് വെച്ചാൽ കുറച്ച് പേര് മാത്രം. അപ്പോൾ ഞങ്ങളൊരു സെറ്റുകാർ ഇങ്ങോട്ട് പോകുന്നു, വേറെ ഒരു സെറ്റുകാർ ഐക്കിയ, അങ്ങനെ ഇങ്ങനെ കുറേ കൊട്ടാരങ്ങൾ അങ്ങനെയൊക്കെ പോയി. കൊട്ടാരം ഏതൊരു കൊട്ടാരം കേട്ടോ, അവിടെയൊക്കെ പോയി. അപ്പോൾ ഇത് ഭൂരിഭാഗം പേരും മലയാളികളാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോയി. പിന്നെ ഞങ്ങൾ പോയത് അതിൻ്റെ തൊട്ടടുത്തുള്ള കബൻ പാർക്കിലേക്കാട്ടോ. ഞങ്ങൾ കയറണ്ടേ എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ അവസാനം അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. ഓക്കെ, അവിടെ വലിയ പപ്പായ ഇരുന്നിരുന്നു. എന്ത് വലിയ പപ്പക്കായ, ഞാൻ ആദ്യമായിട്ട് ഇത്ര വലുതൊക്കെ കാണുന്നത് അവിടെ വെക്കാൻ വെച്ചാൽ. ഇവിടെ ഭയങ്കര വലിയ പാർക്കാട്ടോ. ഞാൻ ഇത്ര വലിയ പാർക്കിൽ ആദ്യമായിട്ടാട്ടോ പോണത്. ഞാൻ ആദ്യമായിട്ടാട്ടോ ബാംഗ്ലൂരിൽ വരണത്. ഇനി നിങ്ങൾ ഇവിടുത്തെ കുറച്ച് പ്രകൃതി രമണി വീഡിയോ കാണൂ കേട്ടോ. ഫോട്ടോ എടുക്കാം. നിൽക്കണ്ട, പാർക്ക് നമ്മൾ ഫുള്ളൊന്നും കണ്ടില്ല കേട്ടോ. ഞാൻ ഫുള്ള് കണ്ടില്ല കേട്ടോ. എനിക്ക് കറങ്ങി എനിക്ക് മനസ്സിലാവണില്ല ഞാൻ എവിടെയാന്ന്. കുറേ അവിടെ ഇവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു എല്ലാവരും കൂടെ. പിന്നെ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പറഞ്ഞ വഴിക്കിതാ ഈ ഒരു വലിയനെ കണ്ടു. എന്ത് വലിയ പട്ടിയാന്ന് നോക്ക്. പേരെന്താണ്? പിന്നെ ഞങ്ങൾ ഇറങ്ങി ഇങ്ങനെ നടന്നു കേട്ടോ, MG റോഡ് വഴി. അപ്പോൾ ഈ വാളിൽ ആർക്ക് വേണമെങ്കിലും വന്ന് എഴുതാമെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, പിന്നെ അവിടെ കുറേ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. പാർക്കല്ല, കുറച്ച് കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലൊക്കെ കയറിയിട്ട് അവിടുത്തെ സെക്യൂരിറ്റിയൊക്കെ ഞങ്ങളൊന്ന് ചീത്തയൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ കുറേ പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളപ്പോൾ ഇപ്പോൾ പോണത് ചർച്ച് സ്ട്രീറ്റിൽ കേട്ടോ. ചർച്ച് സ്ട്രീറ്റിൽ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡ് കഴിക്കണം. പിന്നെ ചർച്ച് സ്ട്രീറ്റിൽ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ചർച്ച് സ്ട്രീറ്റിലെത്തി കേട്ടോ. പിന്നെ ഞങ്ങൾ ഓരോരുത്തർ ഓരോ സെറ്റുകാരായിട്ട് തിരിഞ്ഞു കേട്ടോ. അപ്പോൾ ആതിരയും പിന്നെ കുറച്ച് മല്ലു ബോയ്സും കൂടെ പബ്ബിലേക്ക് പോയി. ഞാൻ, അഞ്ജിത്ത്, മരിയ, ദേവേന്ദ്ര, അഞ്ജിഷ്ണു കൂടെ ഫുഡ് കഴിക്കാൻ പോയി. എലഞ്ചേരിയനും ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എലഞ്ചേരിയനും ആതിരയുടെ ഒപ്പം പോയിട്ട്. അതിനുശേഷം അഞ്ജിത്തിന് കോമിക് ബുക്ക് ഭയങ്കര പ്രാന്ത. അപ്പോൾ അവന് അവിടെ ബുക്ക് സ്റ്റാളിൽ കയറിയപ്പോൾ കുറേ കോമിക് ബുക്സ് കണ്ടു. അപ്പം ഞങ്ങളപ്പോൾ അത് ഫുള്ള് മേടിച്ചു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ
കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോവാം കേട്ടോ. ബാംഗ്ലൂർ വന്നിട്ട് എങ്ങനെയാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോവാണ്ട് പോവാ. അപ്പോൾ അങ്ങനെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയി ഒരു കളക്ഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കൊന്നും കിട്ടിയില്ല. ആകെ കിട്ടിയത് 2 സ്വെറ്ററാണ്. എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല. ചെരുപ്പൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ അളവിനോടൊന്നും ഇല്ലാന്ന് ചെരുപ്പ്. എന്നിട്ട് അവിടുത്തെ ആളെന്നെ കളിയാക്കി. എനിക്ക് ചെരുപ്പ്, എൻ്റെ കാലം അത്യാവശ്യം വലുതാണ്, എനിക്ക് ചെരുപ്പ് പണിയിപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ. ആകെ 2 സ്വെറ്റർ മാത്രമേ ഞാൻ മേടിച്ചോളൂ. അങ്ങനെ ഞങ്ങൾ വിഷമത്തിൽ തിരിച്ചു പോന്നു. അപ്പം നമ്മളുടെ ബസ് കോമൺ ആയിട്ടൊരു സ്ഥലത്ത് വരാമെന്ന് പറഞ്ഞു. അവിടേക്ക് എല്ലാവരും വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പം നമ്മളപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കാട്ടുണ്ട്. ബസ് വരാൻ 1-2 മണിക്കൂർ വൈകിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ നേരം കത്തി വെച്ചിരുന്നു. പിന്നെ ഞങ്ങൾ ബസ് വന്ന് കയറി. പിന്നെ എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് തിരിച്ചു പോയി കേട്ടോ.